നാട്ടിൽ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ഈ 18-നും 23-നും ഇടയിലുള്ള പയ്യന്മാരൊക്കെ MDMA കടത്തി അല്ലെങ്കിൽ കഞ്ചാവ് കടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിതിലേക്ക് ആകർഷിക്കുന്ന എന്തുകൊണ്ടാണ്? ഞാൻ കാസർഗോഡ് ജയിലിൽ സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് ഒരു 19-കാരൻ അവിടെ പ്രതിയായിട്ട് വന്നത്. അവന് കോളേജിൽ നിന്ന് കുളു മണാലി ട്രിപ്പിന് ഒരാൾ 25,000 രൂപയാണ് ചെലവ്. അപ്പോൾ അവന് വീട്ടിൽ ചോദിച്ചാൽ വീട്ടിൽ നമുക്കൊരു ടൂറിന് വേണ്ടി 25,000 ചോദിക്കാനുള്ള മാനസികാവസ്ഥ 19-ാം വയസ്സിൽ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചോദിക്കാൻ തന്നെ പറ്റൂല. അത്രയൊന്നും എൻ്റെ വീട്ടിൽ ചോദിച്ചാൽ കിട്ടൂല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അപ്പം അവൻ കണ്ടെത്തിയൊരു മാർഗമാണെന്ത്, കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് നിന്നൊരു പാക്കറ്റ് വേറൊരു സ്ഥലത്തേക്ക് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ആ പാക്കറ്റ് കൊണ്ട് എത്തിച്ചു കൊടുത്താൽ അവന് കിട്ടും 25,000 രൂപ. അവൻ കടത്തിയത് എന്തായിരുന്നു? ഏകദേശം 10 കിലോയോളം വരുന്ന കഞ്ചാവായിരുന്നു ഈ പാക്കറ്റ്. പക്ഷെ അവൻ്റെ മനസ്സിൽ അവൻ എന്ത് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴേ ഞാൻ എന്താവുന്നുള്ളൂ, ഞാൻ തെറ്റുകാരനാവുള്ളൂ. എനിക്ക് ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ പോരെ. അപ്പോഴും ഞാൻ എന്തല്ല, ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ആശ്വസിക്കാമെന്നല്ലാതെ അവൻ ഇരിക്കുന്നത് എവിടെയാണ്? അവൻ ഇരിക്കുന്ന ജയിലിനകത്താണ്. 19 വയസ്സിൽ ആദ്യത്തെ 3 ദിവസം ഇരുന്ന് കരഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒപ്പുള്ള പ്രതികളെന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ കാലം കുറ്റങ്ങളൊക്കെ ചെയ്ത് പരിചയമുള്ളവർ. അവൻ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഈ കരച്ചിലൊക്കെ എന്ത് ചെയ്യുന്നത് ആദ്യത്തെ 3 ദിവസം. അപ്പം ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവനെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് എന്നോട് ചോദിച്ചു, സാർക്ക് ഒരു മാസം എത്ര സാലറി കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 10-60,000 രൂപയൊക്കെ കിട്ടും. എനിക്കൊരൊറ്റ കടത്തിൽ 25,000 കിട്ടും. അപ്പോൾ ഞാനാണോ വലുത്, സാറാണോ വലുത്? അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ആ ഒരൊറ്റ കടത്തൽ കൊണ്ടാണ് ഇപ്പം ഈ ഇവരുടെ കൂടെ കിടക്കുന്നത്. ഇനി ഒരു 10-15 വർഷം കൂടെ അങ്ങോട്ട് പോയി കിട്ടി ജീവിതത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം തുടങ്ങുമ്പോൾ ഇതിൻ്റെ ശിക്ഷ വേറെ വരും. ഇപ്പം റിമാൻഡിലാണ്. ഇനി ഇതിൻ്റെയൊക്കെ ബാക്കിയൊക്കെ കഴിഞ്ഞൊരു ശിക്ഷ വേറെ വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഹൈലി സാലറി ഉള്ള എൻ്റർടൈൻമെൻ്റ് ഉള്ള ഫുൾ ടൈം ലീവൊക്കെ ഉള്ള ജോലി കിട്ടും, ഇല്ലീഗലായിട്ട് കിട്ടും. പക്ഷെ അത് നിലനിൽക്കുമോ? നിലനിൽക്കൂല. നമുക്ക് ഒറ്റക്കാലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ ഈ പറയുന്ന റിയൽ ലൈഫാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. റിയൽ ലൈഫ് കൂടുതലും ഇല്ല. റീലിൽ കാണുന്ന UK ലൈഫ്, കാനഡ ലൈഫ്, ഓസ്ട്രേലിയ ലൈഫ്, ഇതൊക്കെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വപ്നങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. എനിക്കും അതുപോലെ എന്ത് ചെയ്യണം, അതുപോലെ പോകണം. ഈ ഒരു കഴിഞ്ഞ മാസമാണ് UK നിന്നൊരു കുട്ടി ബാൻ കിട്ടിയിട്ട് തിരിച്ചു വന്നപ്പോൾ UK ലൈഫിൻ്റെ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ UK ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് ലൈഫാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.